പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനും ഭരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച, നോമ്പിലെ വെള്ളിയാഴ്ച, വിശുദ്ധ കുരിശിൻ്റെ വഴി, ആരാധന, ദൈവവചന പാരായണം തുടങ്ങി നിരവധി സുഹൃതാഭ്യാസങ്ങളിലൂടെ ഈ വെള്ളിയാഴ്ച നമ്മൾ നോമ്പ് കാലത്തെ വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് ആചരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിയോഗങ്ങൾ എഴുതുന്നവരും പേരുകൾ എഴുതുന്നവരുമായ എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ അനുഗ്രഹം ജലധാര പോലെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും രാജാവുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, അങ്ങല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരുമില്ല. ഈശോയെ, നന്ദി ഈശോയെ. ആരാധന, ആരാധന. യേശുവിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. സങ്കീർത്തനങ്ങൾ 34:5. കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവർക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല. തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു. നോക്കി നിന്നവരൊക്കെ പ്രകാശിതരായി. ആ പ്രകാശം അവർ എല്ലാവർക്കും കൊടുത്തു. ഭാഗിക ദണ്ഡവിമോചനം പ്രാപിക്കാൻ സങ്കീർത്തനങ്ങൾ 130. കർത്താവെ, അഗാധത്തിൽ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു.